കരിയുന്നില്ലല്ലോ. ആ അത് കരിഞ്ഞോളൂ. ചൂട് നോക്കൂ. ആ ചൂട്. നീ ആ പാപ്പനോട് ചുറ്റിപ്പണം ചോദിച്ചോ? നാളെ തരാന്ന്. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു. അപ്പൊ വരും ചിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് തുഴഞ്ഞെത്തില്ലെന്നറിയാം. നമുക്കൊരു കാറ് വാങ്ങണം. 150 രൂപയുടെ ചിട്ടി പൈസ വാങ്ങാൻ ഒരു കാറ് വാങ്ങണം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ല, കൈക്കാശ് എത്രയുണ്ട്? 400. 400? ബാക്കി എന്തി? ആ ഗ്രേസിയുടെ പയ്യന് സ്കൂൾ ഫീസിന് കൊടുത്തു. ഇതിപ്പോ കൊറേ ഗ്രേസിക്ക് എന്ത് കൊടുത്താലാ ഫിലിപ്പിന്റെ ജാട കാണണം. ഈ കോളനിയിൽ അമ്മാത്ര സ്കൂളിൽ പോകുന്നുള്ളൂ അവന്റെ വിചാരം. ആ അത് ശരിയല്ലേ? എങ്കിൽ ഫിലിപ്പിനോട് ഒന്ന് കുളിപ്പിക്കാൻ പറ. ഹലോ ലലിച്ച, അമ്മ ഒന്നും മിണ്ടാതിരി. ആ നാളെ ടൗണിൽ പോണ്ടേ? ലാലിച്ച, കാശിന്റെ കാര്യം. അപ്പൊ ശരി. ആഹാ ചേച്ചിയേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടുണ്ടാ. ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേരം ഷോട്ടന്. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കും? ഓനച്ചമരുന്നുണ്ട്, ഞാനിപ്പോ പോവാം. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ. സ്മിത്ത് സാർ ഉള്ളോണ്ട് ഇവ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇവന്മാരൊക്കെ ചമ്മി നാറിയന. അയ്യേ, എന്താടാ എന്തിനാ വന്ന് ശാവമേ? നിന്നെ ഇറക്കാൻ മുഖ്യമന്ത്രി വരുവാടാ. സാറി പത്രമായിരേ അറിയാതെ ഇതായിരിക്കും. അല്ലടാ പോയി. എന്റെ ദൈവമേ, അപാര കോമഡി ആയി പോയി. കാര്യം പറയ്, എന്ത് ശരിയാടോ ഇത്? ഇയാൾക്ക് പ്രാന്തടാ. എടാ, ഇവൻ ഒരു മാല പൊട്ടിച്ചോണ്ട് ഓടി. അതിന് എന്നിട്ടെന്താ കേസില്ലാത്തത്? അതെന്താ കേസില്ലാത്തത്? ഇവൻ പൊട്ടിച്ചോണ്ട് ഓടിയ മാലേ മുക്കുവണ്ടമായിരുന്നു. അയ്യേ, ഈ കോമഡി പറയാനാണ് ഞങ്ങൾ ഇത്രയും കിടന്ന് ഇരിച്ചത്. എനിക്ക് അന്നേരം അറിയാം ഇത് നല്ല കോമഡിയാണ്. എന്താ ക്ലാസ്സില്ലേ? ലാസ്റ്റ് പീരീഡ് ഇല്ല, 4 എണ്ണം വേണം. എന്തിനാ എപ്പോഴും ഒരേ നിർത്തലുള്ള മീനെ കൊണ്ടുവന്നേ? ചുമ്മാ. ഇല്ല വേണ്ട, എടുത്തോ. നിനക്ക് ആ തട്ടയുടെ പെണ്ണിന്റെ പിന്നാലെ പോകാതെ അതിനെങ്ങാണ്ട് ഒളിച്ചോടെ. ഞാനെങ്ങാനായിരിക്കണം. അത് ശരിയല്ല. വന്ന് ഈ കളവിന് കൊച്ചിന്റെ പുറകെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെയൊക്കെ പേടിച്ച് വേണ്ട. ഷാരൂഖ് ഖാൻ തുടങ്ങി. സ്കൂളിന്റെ പിന്നിൽ കടയിട്ടത് നന്നായി. നിന്നിലായിരുന്നെങ്കിൽ പെട്ടേൻ. എന്റെ അമ്മോ, ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എവിടെ ചെന്നാലും
വന്നാലും ഇവന്മാർ സ്വയം തരില്ല. നായിൻ്റെ മക്കൾ. നീ വെറുതെ ആമിനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളുക്കി കിടന്ന എണ്ണിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി എത്ര ദോശ വേണം? 8 എണ്ണം. ഇതാ 10 എണ്ണം ഉണ്ട്. 8 എണ്ണം മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും. എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ട്? നീ കുറവുണ്ട്. എന്നാ പോയിക്കോ. രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ ചമ്മന്തി. വായെടുക്കണ അല്ല ഈച്ചങ്ങേറിപ്പോവും. പ്രിയപ്പെട്ട നാട്ടുകാരെ, LDF സർക്കാരിന്റെയും മെമ്പർ ഓണത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി നാം സ്വപ്നം കണ്ട മിനിയെ നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നമ്മുടെ സ്വന്തം മേൽപ്പാലം. എഞ്ചിനീയർ വരുന്നു, എഞ്ചിനീയർ വരുന്നു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ പ്രമുഖനായ എഞ്ചിനീയർ, സമർത്ഥനായ എഞ്ചിനീയർ തേജസ് വർക്കി നമ്മുടെ പാലം പണിയാൻ എത്തിച്ചേരുന്നതാണ്. ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് ആഘോഷവും എഞ്ചിനീയറിന്റെ സ്വീകരണവും നമ്മുടെ കോളനിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പണികൾ വരുന്നത് ഇയാൾക്കൊല്ല പണിക്കും പറ്റൂടെ. എസ്തപ്പാനങ്ങളും LDF പാർട്ടിയും ചേർന്ന് എഞ്ചിനീയറിന് ഈ കോളനിയിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്ന വിവരം വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇയാളെ പേരിട്ട് ഞാൻ നിർത്തും. പ്രിയമുള്ളവരെ, സഖാവിശിവന്റെയും പാർട്ടിയുടെയും കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ കഠിനാധ്വാനവും പേപ്പർ വർക്കും ചില അഴിമതി വീരന്മാർ തട്ടിയെടുത്തതായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. എങ്കിലും ഈ സന്തോഷവേളയിൽ എല്ലാ ജനങ്ങളും പാർട്ടിയും ഒന്നായി പ്രവർത്തിക്കണമെന്ന് ഞാനും എന്റെ പാർട്ടിയും ആഹ്വാനം ചെയ്യുന്നു. അപ്പം വീതം പറ്റാൻ വന്നതാണല്ലേ? വേറെ വഴിയൊന്നുമില്ലേ, ഒന്ന് രക്ഷിക്കണം. ആലോചിക്കാം.